തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് നിലവിലെ സൂചന. സുരജ് സജി തൃശൂരിൽ നിന്ന് ചേർന്നു. സുരജ്, ഇപ്പോൾ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് ഒടുക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്. റെയ്ഡ് എപ്പോൾ തുടങ്ങിയതാണെന്ന കാര്യം വ്യക്തമാണോ? ബാങ്കിംഗ് സമയത്ത് തുടങ്ങിയതാണോ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയതാണോ? സുഹൈൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഡിക്ക് പിന്നാലെ കരുവന്നൂർ കേസിൽ ഇൻകം ടാക്സും പിടിമുറുക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. അതായത് ഇൻകം ടാക്സ് നിലവിൽ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെ കൊച്ചിയിൽ ചോദ്യം ചെയ്യുകയാണ്. അതിനിടയിലാണ് മറുതലക്കലിൽ ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡിലെ ശാഖയിൽ ഇപ്പോൾ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൽ സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് KYC പോലും ഇല്ലാത്ത അക്കൗണ്ടുകൾ, അനധികൃത അക്കൗണ്ടുകൾ ഈ ബാങ്കിൽ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇൻകം ടാക്സിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പരിശോധന എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരം. അതായത് ആ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇൻകം ടാക്സിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ട് ആ വിവരം സ്ഥിരീകരിക്കുന്ന നടപടിയിലേക്ക് ഇൻകം ടാക്സ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇൻകം ടാക്സ് സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് MM വർഗീസിനെ ചോദ്യം ചെയ്യുന്ന അതേ സമയം തന്നെ ഇത്തരത്തിൽ ഒരു റെയ്ഡിലേക്ക് പോകാൻ ഇൻകം ടാക്സ് തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും MG റോഡിലെ ശാഖയിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഈ പരിശോധനയിലേക്ക് പോയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഇത്തരത്തിൽ പരിശോധനയിലേക്ക് കടന്നോ എന്നത് സംബന്ധിച്ചെല്ലാം നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ബാങ്ക് അധികൃതരുമായി നമ്മൾ സംസാരിച്ചു, പക്ഷേ അവർ അത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇപ്രകാരമാണ്. അതായത് KYC പോലും ഇല്ലാത്ത അക്കൗണ്ടുകൾ CPM ഈ ബാങ്കിൽ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂരിൽ കഴിഞ്ഞ ദിവസം ED ഒരു കത്ത് ഇൻകം ടാക്സിന് അടക്കം നൽകിയിരുന്നു. അതായത് കൃത്യമായി ഈ പണത്തിന്റെ ഇടപാടുകളൊന്നും സമർപ്പിച്ചില്ല എന്ന് സംബന്ധിച്ച ED സമർപ്പിച്ച രേഖകൾ, അതായത് ED സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തുടർ അന്വേഷണത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇൻകം ടാക്സ് വിഭാഗമാണ് നിലവിൽ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ഈ ബാങ്കിനകത്ത് ഈ അനധികൃത അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. കരുവന്നൂരിലെ നിക്ഷേപമെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി എന്ന് കണ്ടെത്തിയിട്ട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പരിശോധനയിലേക്ക് ഈ രാത്രി വൈകിയും കടന്നിരിക്കുന്നത്. എന്തായാലും CPM ജില്ലാ സെക്രട്ടറിയെ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മറുതലക്കൽ തൃശൂരിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് 100 മീറ്റർ അകലെയുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലാണ് ഇത്തരത്തിൽ പരിശോധനയുമായി ചേർന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ, അതായത് ഇവർ പറയുന്നത് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന നടപടിയിലേക്കാണ് ഇൻകം ടാക്സ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലാണ് നിങ്ങൾ ഈ പരിശോധന കാണുന്നത്? അല്ല, വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു അർദ്ധരാത്രിയുള്ള ഈ പരിശോധന ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. കാരണം ഞങ്ങൾക്ക് കിട്ടിയൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് എന്താണ് ഈ രാത്രി സമയത്ത് ഈ ഇൻകം ടാക്സ് അടക്കമുള്ളത്. പക്ഷേ അവർ വളരെ എന്താ പറയുക, ഒരു രീതിയിലും പ്രതികരിക്കാത്ത രീതിയിലുള്ള ഒരു മനോഭാവമാണ് അവർ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയാം. അതിപ്പോൾ ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രീതിയിലുള്ള റെയ്ഡ് നടക്കുന്നത്. ഇൻകം ടാക്സ് കൊടുത്തിട്ടുള്ള കണക്കിൽ ഇവിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പും പിടിമുറുക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുന്ന അതേ ഘട്ടത്തിൽ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിലും ആദായ നികുതി വകുപ്പ് കരുവന്നൂരുമായി ബന്ധപ്പെട്ടെന്ന് പ്രത്യക്ഷ സൂചനകളില്ലെങ്കിലും റെയ്ഡ് തുടരുകയാണ്. CPM അക്കൗണ്ടുകൾ തന്നെയാണ് പരിശോധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.